അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം, നീ ദൈവത്തിന്റെ സ്വന്തമാണ് എന്ന് ഹെബ്രായ ലേഖകൻ 10 അധ്യായം 38 വചനത്തിൽ പറയുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ ദൈവം എന്റെ സ്വന്തമാണെന്നേ. എന്റെ എന്ന പദം, എന്റെ നീതിമാൻ. കാരണം കർത്താവ് അങ്ങനെ പറയാനുള്ള കാരണം, എന്റേത്, എന്റെ സമാധാനം, അത് വേറെ ആർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ്. എന്റെ നീതിമാൻ, എന്റെ സമാധാനം, എന്റെ സ്നേഹം, എന്റെ സന്തോഷം, എന്റെ കൃപ, എന്റേത് ഞാൻ നിങ്ങൾക്ക് തരുമെന്ന്. കാരണം തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ സർവശക്തനായ ദൈവം, അവൻ നമുക്ക് വേണ്ടി സകലതും തന്ന ദൈവമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിലേക്ക് കയറും. യേശു പറയാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ. വിശ്വാസം എന്താണ്? കാണപ്പെടാത്തത് ഉണ്ട് എന്നും പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പാണ് വിശ്വാസം. നമ്മൾ കാണുന്നില്ല, എന്നാൽ നമ്മുടെ നടുവിലുണ്ട്. പൗലോസ് എന്ന മനുഷ്യൻ ബെന്യാമീൻ ഗോത്രക്കാരനാണെങ്കിൽ പോലും യേശു എന്ന ദൈവത്തെ ആരാധിക്കുവാനോ വിളിക്കുവാനോ തയ്യാറാകാതെ, ന്യായപ്രമാണത്തിന്റെ വള്ളി തെറ്റാതെ ഗമാലിൽ എന്ന നിയമപണ്ഡിതന്റെ പാദത്തിൽ ഇരുന്നു കൊണ്ട് പഠിച്ച മനുഷ്യൻ, ആ അറിവും ജ്ഞാനവും ഒക്കെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് പറയാണ്, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഇങ്ങനെ ഒരു പുതിയ മാർഗക്കാരെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെയെല്ലാം കൊന്നുകളയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. കുറെ പേരെ തടവറയിലാക്കാനും സ്തെഫാനോസിനെയൊക്കെ കൊല്ലുവാൻ കൂട്ടുനിൽക്കുകയൊക്കെ ചെയ്തിട്ട് ഈ ശൗൽ എന്ന മനുഷ്യൻ, അവന്റെ യാത്രമധ്യേ പെട്ടെന്നൊരു ശബ്ദമാണ്. അവൻ യാത്രാമൃഗത്തിന്റെ മേളിൽ നിന്ന് താഴോട്ട് വീണ് അവൻ ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്? കർത്താവായ യേശു അവനോട് പറയാണ്, നീ പീഡിപ്പിക്കുന്ന നസ്രാനായ യേശുവാ ഞാൻ. നീ എന്നെയാ പീഡിപ്പിക്കുന്നത്. അവൻ ആരെയാ പീഡിപ്പിച്ചത്? യേശുവിൽ വിശ്വസിക്കുന്നവരെ. യേശുവിൽ വിശ്വസിക്കുന്നവരെ ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യനെ നോക്കി പറയുകയാണ്, നീ എന്നെയാ പീഡിപ്പിച്ചതെന്ന്. യേശു ഇന്ന് നമ്മളോട് പറയുകയാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ ശൗൽ എന്ന മനുഷ്യൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച് കാണാത്ത ദൈവത്തെ അവൻ കാണാൻ ദൈവം ഇടയാക്കി, അവൻ വിളിക്കാൻ ഇടയാക്കി. ആ യേശു ക്രിസ്തുവിനു വേണ്ടി തന്റെ ജീവിതം അവൻ മാറ്റിവെക്കാൻ ഇടവന്നു. ഹെബ്രായ ലേഖനം എഴുതുമ്പോൾ ആ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും, അവനിലല്ലാതെ മറ്റൊരു രക്ഷയുമില്ല എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ നമ്മുടെ ജീവിതം കർത്താവായ യേശുവിലാകട്ടെ. നമ്മുടെ ജീവിതവും വിശ്വാസവും ഉറച്ചിരിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ.